ഹായ് ഫ്രണ്ട്സ്, കംപ്ലീറ്റ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരു സമാധി ദിവസമാണ്. ഇന്ന് കന്നി 5, അതായത് മലയാള മാസം കന്നി 5ആണ്. അപ്പം ഇന്ന് അച്ചാമ്മ ഇവിടെ നമുക്കിവിടെ ശ്രീനാരായണ ഗുരുവിന്റെ ആണ്ട് കണക്ക്, അതായത് വെച്ച് കൊടുക്കുന്ന അങ്ങനെ ഒരു ഇതെന്റെ അരിയിലായിരിക്കുന്നത്. അത് ഇപ്പൊ കയറി വരും, എല്ലാരും ഉണ്ട് കേട്ടോ. ഇരിക്കുന്ന എല്ലാം എൻ്റെ കസിൻസ് ആണ് ഗൈസ്. ഞാൻ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും ഒരു എന്തെന്ന് പറയാ പുച്ഛം. എല്ലാരും കാണാൻ വേണ്ടി വന്നിരിക്കണ. എല്ലാരും സൗണ്ട് ഉറക്കൂ. എടാ ഓഫ് ചെയ്യണം. ഇനി ഒരാളും കൂടെ ഉണ്ട്, അവള് കബഡിക്ക് പോയിട്ട് അവൾക്ക് ഈ പറഞ്ഞ 25, 26, 27 അവൾക്ക് കബഡിയിലെ ജില്ലയില് കളിക്കാൻ പോകാനായിട്ടുള്ള അതിന്റെ പ്രാക്ടീസിനായിട്ട് അവള് പോയി. ഇത്ര പേരൊന്നുമല്ല, ഇനി കുറേ പേരുണ്ട്. അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളെല്ലാം ഞാൻ പുറത്ത്. ഈ പിള്ളേരുകൾ ഭയങ്കര ബഹളമാണ്. എന്റെ ചേട്ടൻ ഇതോ ഇരിക്കുന്നു. അങ്ങനത്തെ എല്ലാവരും കൂടി ഉത്സാഹത്തോടെ ഉത്സവം കണക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതാ ഇവിടെ കഞ്ഞിയഞ്ചായിട്ട്. ഒരു കൂട്ടർ അരി പാകമായാൽ നോക്കുന്നു, അടുത്ത കൂട്ടർ അതിന് പാകമായെങ്കിൽ വെള്ളം തേവിക്കളയുന്നു. തേവിക്കളയുക മീൻസ് ഊറ്റിയെടുക്കാം. അടുത്ത ആൾക്കാർ പച്ചക്കറി അരിയുന്നു. ഞാനാണെങ്കിൽ ചെന്നപ്പോൾ തൊട്ട് തേങ്ങ തിരുവലായിരുന്നു. അച്ചാമ്മ പൊട്ടിക്കുന്നു, അതിനനുസരിച്ച് തേങ്ങ തിരുവുന്നു, എന്നിട്ട് പോയി ആ തേങ്ങ അരച്ച് വയ്ക്കുന്നു. പരിപ്പിനും തോരനും അങ്ങനെ കുറേ അവിയലിനും അങ്ങനെയൊക്കെ കുറേ അതിന് അരപ്പരയ്ക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഞാനും താഴത്തൊരു ആൻറ്റി, അമ്മ കുറേ പേര് തിരുവി. എന്നിട്ട് പോലും തീർന്നില്ല. ഒരു 10-80 തേങ്ങയ്ക്കകത്ത് നമ്മൾ തിരുവി കാണും. ചെറിയ ഒരു കഞ്ഞി കണക്കൊന്നുമല്ല കേട്ടോ. ഇവിടെ ഇഞ്ചി, നാരങ്ങ, മാങ്ങ തൊട്ട് പായസം ഒഴിച്ച് ബാക്കി എല്ലാം ഇവിടെ വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ വലിയൊരു സദ്യ. അതായത് ഒരു ചാക്ക് അരിയാണ് ഇടുന്നത് കേട്ടോ. അതിൻ്റെ ചോറ് ഫുള്ള് കഴിയും. ഒരു വൈകിട്ട് സമയമൊക്കെ ആകുമ്പോൾ ഫുൾ എല്ലാവരും വന്ന് കഴിച്ചിട്ട് ചോറ് കഴിയും. അത്രയ്ക്ക് ആളും വരാറുണ്ട്. അതനുസരിച്ച് നമ്മൾ ഫുഡും വെക്കാറുണ്ട്. എന്നിട്ട് എല്ലാവരും കൂടി ഒത്തൊരുമയോട് ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് എന്തോ നല്ല, അതായത് അങ്ങോട്ടൊരു പരാതിയോ ഇങ്ങോട്ടൊരു പരാതിയോ ഒന്നുമില്ലാതെ വെളുപ്പാങ്കാലത്ത് 5 മണി തൊട്ട് തുടങ്ങുന്ന പരിപാടിയാണിത്. 1 മണി, കറക്റ്റ് 1 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാ ഫുഡ് വിളമ്പും കേട്ടോ. ആ ഒരു ടൈമിലാകുമ്പോഴത്തേക്ക് എല്ലാ പരിപാടിയും തീർക്കും. പിന്നെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ അച്ചാമ്മ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. ഞാൻ പറയുന്നതിനെക്കാട്ടി കൂടുതൽ അച്ചാമ്മ പറയും. അച്ചാമ്മ, ഇവിടെ എത്ര വർഷമായിട്ടാണ് അച്ചാമ്മ ഈ ഗുരുദേവന് വെച്ച് കൊടുക്കണം? 30 വർഷമായിട്ട് വെച്ച് കൊടുക്കുന്നു. ആരൊക്കെ ചേർന്ന് തുടങ്ങിയാണ്? നമ്മളെല്ലാരും നമ്മളെ പെണ്ണുങ്ങളെ 2 പക്ക അരിയിൽ കഞ്ഞി തുടങ്ങിയതാണ്. ഇപ്പൊ അച്ചാമ്മ മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ ഇപ്പം ഇല്ലേ, അങ്ങനെ തുടങ്ങിയതാണ്. നമ്മൾ 2 പക്ക അരിയിൽ തുടങ്ങിയതാണ്. ഇപ്പം ഒരു ചാക്ക അരിയിൽ നിൽക്കുകയാണ്. സദ്യയായി പായസം ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റവും. പായസം വെക്കാനും കൂടെ സമയം കിട്ടാത്തത് കൊണ്ട് പായസം ഒഴിവാക്കി. ബാക്കിയെല്ലാം ഉണ്ട്. അങ്ങനെ വെച്ചാൽ 30 വർഷമായിട്ട് തുടർന്ന് വരുന്ന ഒരു ഇതാണ് കേട്ടോ. ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് സദ്യ ഞാൻ കണ്ടു തുടങ്ങിയപ്പോൾ തൊട്ട് സദ്യയാണ്. അതിനു മുമ്പ് കഞ്ഞിയൊക്കെ ഒഴിച്ച് അങ്ങനെയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതിൽ അച്ചാമ്മയ്ക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇന്നലെ ഞാനും അനിയന്മാരെല്ലാവരും കൂടെ പിരിവിന് പോയെങ്കിലും മൊത്തത്തിൽ ഒരു 10-3000 രൂപയ്ക്കകത്ത് പിരിവ് കിട്ടി. പിന്നെ തേങ്ങ, അരി അങ്ങനെയൊക്കെ. എന്നാലും അവർ തരുന്ന അരിയല്ല കേട്ടോ നമ്മളിടുന്നത്. അല്ല, അച്ചാമ്മ ഒരു ചാക്ക് അരി എടുത്തിട്ട് ഇടുന്നു. അതുപോലെ തന്നെ 10-3000 രൂപ മലക്കറി എടുക്കുന്നു. ഇതിൽ അച്ചാമ്മ സത്യം നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാലും അച്ചാമ്മ അത് കേൾക്കുന്നവർക്കൊന്നും ഈ നഷ്ടമായിട്ട് പിന്നെ എന്തിനു ചെയ്യുന്നതെന്ന് ചോദിക്കും. പക്ഷേ അച്ചാമ്മ ചെയ്തു പറഞ്ഞൊരു കാര്യം, ഇനി എത്ര രൂപ അച്ചാമ്മയുടെ കയ്യിൽ നിന്ന് ചിലവായാലും അച്ചാമ്മ അത് ചെയ്തു കൊടുക്കും. അതിൽ നമ്മളെ വീട്ടുകാർക്കാർക്കും ഒരു പരാതി അല്ലെങ്കിൽ വിഷമോ അങ്ങനെ ഒരു കാര്യമില്ല. അച്ചാമ്മ ചെയ്തോട്ടെ, അച്ചാമ്മ ഇഷ്ടമുള്ള കാര്യം അച്ചാമ്മ ചെയ്തോട്ടെ എന്ന് പറയത്തുള്ളൂ. അപ്പം അച്ചാമ്മ പറയുന്ന അച്ചാമ്മയ്ക്ക് അച്ചാമ്മ എത്ര വർഷം ജീവിക്കുന്നു അതുവരെ അച്ചാമ്മ കൊണ്ട് ഒക്കുന്ന അത്രയും കാലം അച്ചാമ്മ ചെയ്തു കൊടുക്കും എന്നാണ് അച്ചാമ്മ പറയണം. നമ്മളെല്ലാവരും അതിന് സപ്പോർട്ടാണ്. എല്ലാ വർഷവും അമ്മയുണ്ട്. പക്ഷെ അമ്മയ്ക്ക് ഇപ്രാവശ്യം പനിയാണ്. അതുകൊണ്ട് അമ്മേനെ ഞാൻ കൊണ്ടുപോകില്ല, ഞാൻ മാത്രമേ വന്നോളും.
ഇവിടെ അപ്പുറം ഇപ്പുറമുള്ള എല്ലാ മാമിമാരും കൂടിയൊക്കെ ഫുഡ് കഴിക്കുക. കറക്റ്റ് 1 മണിയാകുമ്പോൾ സദ്യ ആവും കേട്ടോ. കറക്റ്റ് 1 മണിയാകുമ്പോഴത്തേക്ക് നമ്മളിവിടെ റോട്ടിലാണ് കേട്ടോ. റോട്ടിൽ ഇലയിട്ട് പായോ അല്ലെങ്കിൽ ഇലയൊക്കെ ഇട്ടിട്ട് അതിലാണ് ഫുഡ് കൊടുക്കുന്നത്. കഴിഞ്ഞ വർഷം മാത്രം മഴ പെയ്തുകൊണ്ട് പാത്രത്തിൽ ജസ്റ്റ് കൊടുത്താണ്. ഇപ്രാവശ്യം അല്ലാതെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഓരോ വീഡിയോസ് പതുക്കെ ദാ ഈ ഇരിക്കുന്ന സുന്ദരി കുട്ടി 95 വയസ്സായ നമ്മുടെ അമ്മാവാണ് കേട്ടോ. അമ്മാമ്മ രാവിലെ വന്നതാണ് കേട്ടോ. രാവിലെ വന്നിട്ട് കാരിയിൽ തുടങ്ങിയതാണ് അവിയലിനായിട്ടും പലവന്. ഞാൻ ചിരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കുള്ള എക്സ്പ്രഷനാണ് കേട്ടോ ഇത്. എന്നിട്ട് രാവിലെ വരുന്നവർക്ക് ഫുഡ് അച്ചാമ്മൻ ഉണ്ടാക്കും കേട്ടോ. ഇത് ഒരു തരം ഒരപ്പമാണ്. ഞാൻ അച്ചാമ്മ ഉണ്ടാക്കി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അച്ചാമ്മ ഇത് എന്തോന്നൊക്കെ വെച്ചാണ് ഉണ്ടാക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പത്തിന് മാവ് ആട്ടുന്നത് പോലെയെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലാതെ എനിക്കറിയത്തില്ല. സംഭവം കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ വരുന്നവർക്ക് രാവിലെ ഇതാണ് കേട്ടോ ഫുഡായിട്ട് കൊടുക്കുക. എന്നിട്ട് അച്ചാമ്മയ്ക്കാണെങ്കിൽ കാലൊട്ടും വയ്യ, കാലൊക്കെ നല്ല നീരാണ്. എന്നിട്ട് നമ്മൾ വേണ്ട, ഇനി ഈ വർഷം തൊട്ട് വേണ്ടാന്ന് പറഞ്ഞാൽ അച്ചാമ്മ കേൾക്കത്തില്ല. അച്ചാമ്മയ്ക്ക് എന്തോ ഒരു ഭയങ്കര ഹരമാണ് കേട്ടോ ഇത്. വെച്ച് കൊടുത്തിട്ട് ഗുരുദേവന് വെച്ച് കൊടുത്തിട്ട് അവർ ഒരു പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയും ചൊല്ലി കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുത്ത എല്ലാവർക്കും ഫുഡ് കൊടുക്കുക. ഇതൊരു 10-15 മിനിറ്റത്തെ പ്രാർത്ഥനയാണ് കേട്ടോ. ഈ പ്രാർത്ഥന കഴിഞ്ഞ ശേഷമാണ് എല്ലാവർക്കും ഫുഡ് കൊടുക്കുക. ഇന്ന് എന്തിട്ടാണെന്ന് പറഞ്ഞുകൂടാ, 11 മണിയായപ്പോഴത്തേക്ക് ഫുഡെല്ലാം റെഡി ആയിട്ടോ. ഫുഡെല്ലാം റെഡി ആയിട്ട് പ്രാർത്ഥന ചൊല്ലി എല്ലാവർക്കും ഫുഡ് കൊടുക്കുക. ഇതാണ് ഇനിയുള്ള പരിപാടി. എനിക്ക് വേറെ ഒരു വീഡിയോ എടുക്കാൻ ഒത്തില്ല. ഇതിനു മുമ്പ് എൻ്റെ ഫോൺ ഓഫായിപ്പോയി. ഇതുവരെയുള്ള വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. ബൈ.